മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ജീവിതമാണോ? പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകും അല്ലെ? ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേക്ക് പോകുന്നവനാണ്, അല്ലെങ്കിൽ ആ പ്രതിസന്ധികളെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ജീവിതം മുന്നേക്ക് നയിക്കുന്നവരാണ് യഥാർത്ഥ മനുഷ്യനെന്ന് ഞാൻ പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ലൈഫിൽ പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരാണുള്ളത്? എനിക്കുണ്ട് പ്രശ്നം, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട് പ്രശ്നം അല്ലെ? പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ ലൈഫിലേക്ക് എത്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുകയല്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അവസാനിച്ചു എന്നല്ല പറയേണ്ടത്. അല്ലെങ്കിൽ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളാണ്, എൻ്റെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് നേരമില്ല, എന്നും എനിക്ക് ഇങ്ങനെയാണ്, എനിക്ക് എന്നും കരയാനേ നേരമുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ എന്ന് തീരുമോ ഭഗവാനെ എന്നൊക്കെ പലപ്പോഴും പലരും ഇങ്ങനെ പരിതപിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മളും പറഞ്ഞിട്ടുണ്ട് അല്ലെ? നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി, ജീവിതമാണോ? അവിടെ പ്രതിസന്ധികൾ ഉണ്ടാകും, അതേ തടസ്സങ്ങൾ ഉണ്ടാകും. ആ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നേക്ക് പോകണം. അങ്ങനെ പോകുന്നവർ മാത്രമേ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കിയിട്ടുള്ളൂ. നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ഉദാഹരണങ്ങളെ നമുക്ക് തന്നെ ചികഞ്ഞെടുക്കാം. അവരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. കാരണം ലൈഫിൽ ബാരിയേഴ്സ് അല്ലെങ്കിൽ തടസ്സങ്ങൾ ഒരുപാടുണ്ടാകും. ആ തടസ്സങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം. അതുപോലെ ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ, അല്ലെങ്കിൽ ഒരു മാസം, അല്ലെങ്കിൽ ഒരു വർഷം, അല്ലെങ്കിൽ ഒരാഴ്ച, ഇതൊന്നും കൊണ്ട് ചിലപ്പോൾ തടസ്സങ്ങൾ മാറിയെന്ന് വരില്ല. ചിലപ്പോൾ വർഷങ്ങൾ എടുക്കാം. അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? സഹിഷ്ണുതയോടുകൂടി, അല്ലെങ്കിൽ മനസ്സ് അതിനു വേണ്ടി പ്രാപ്തമാക്കണം. നമുക്കും ഒരു നല്ല കാലം വരും. അതിനായി നമ്മൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുമെന്ന് സ്വന്തമായിട്ടൊരു തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് നമുക്ക് എന്നും മുന്നേക്ക് പോകാൻ സാധ്യമാവുകയുള്ളൂ അല്ലെ? ചില ആൾക്കാരുണ്ട് കേട്ടോ, അതായത് ജീവിതം മടുത്തു, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്നും പ്രശ്നങ്ങളാണ്, എൻ്റെ കുടുംബജീവിതം ശരിയല്ല, എനിക്കൊരു ജോലിയില്ല, എനിക്ക് കൂട്ടുകാരില്ല, എനിക്ക് സൗഹൃദമില്ല, എനിക്ക് സമാധാനമില്ല എന്നൊക്കെ എപ്പോഴും നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന, നെഗറ്റീവ് മാത്രം പറയുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരൊക്കെ എന്ത് ചെയ്യുന്ന? ചില ആൾക്കാർ പെട്ടെന്ന് ജീവിതം അവസാനിപ്പിക്കും. ഒന്ന് മനസ്സിലാക്കുക, ദൈവം നമുക്ക് തന്ന ജീവിതത്തെ ദൈവത്തിന് മാത്രമേ എടുക്കാൻ അവകാശമുള്ളൂ. നമ്മൾ പോയിട്ട് സൂയിസൈഡ് ചെയ്യാന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്നേ പറയത്തുള്ളൂ. എനിക്കാണെങ്കിൽ ഈ സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാണ്ട് വരും. ഒന്ന് ആലോചിക്കുക, എനിക്കെന്നല്ല, നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ്, അങ്ങനെ വരണം. കാരണം ഒരിക്കലും ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പ്രതിവിധിയല്ല. അതാണ് ഞാൻ പറഞ്ഞത്, പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്, പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകണം. പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ അതെങ്ങനെ തരണം ചെയ്യുക എന്ന് നമുക്ക് ചിന്ത വരത്തുള്ളൂ അല്ലെ? നമ്മൾ മാത്സ് പഠിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രോബ്ലം തരും സാറ്. നമ്മൾ പ്ലസ് ടു ഒക്കെ നല്ല കടുകട്ടി മാത്സ് ഒക്കെ പഠിച്ചവരാണ് നമ്മളെല്ലാം, അല്ലെങ്കിൽ ഡിഗ്രിക്ക് കടുകട്ടി മാത്സ് പഠിച്ചവരാണ് നമ്മൾ അല്ലെ? ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ അതിന്റെ സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. അല്ലാതെ പ്രോബ്ലം കിട്ടിയിട്ട് അയ്യോ ഇതെനിക്ക് ചെയ്യാൻ അറിയില്ലേ എന്ന് പറഞ്ഞ് മടക്കി വെക്കുകയല്ല വേണ്ടത്. അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ ആദ്യം തെറ്റും, രണ്ടാമത് തെറ്റും, മൂന്നാമത് തെറ്റും, എല്ലാ പ്രാവശ്യം തെറ്റുമെന്ന് പറയാൻ സാധ്യമാണ്. അല്ല, തെറ്റിയും നമ്മൾ എന്ത് ചെയ്യും? ശരി പഠിക്കും. അങ്ങനെ നമ്മൾ ആ പ്രതിസന്ധിയെ നമ്മൾ അതിജീവിക്കാൻ പഠിക്കും. മാത്സ് പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് കേട്ടോ, ഈ സബ്ജക്റ്റ് ആയിട്ടുള്ള മാത്സ് ഇല്ലേ, അത് പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമാണത്. കാരണം മാത്സ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ടഫാണെന്ന് പറഞ്ഞ് തള്ളാറുണ്ട്, പക്ഷെ ഒരിക്കലും അല്ല, വളരെ ഈസിയാണ്. തരുന്നൊരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്പൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടാവും. നമ്മളൊന്ന് സസൂക്ഷ്മം നോക്കുക, അതിന് ആൻസർ കണ്ടെത്തുക, സൊല്യൂഷൻ കിട്ടിയാൽ നമ്മൾ ഹാപ്പി അല്ലേ? അതുപോലെയാണ് ലൈഫും. പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മൾ തന്നെ അതിന്റെ സൊല്യൂഷനുള്ള സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയെടുക്കുക, അതിനുശേഷം ആ സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പോൾ ഇന്നത്തെ മധുര നാരങ്ങ അവസാനിക്കുന്നു. മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായി നമ്മൾ വീണ്ടും നാളെ കേട്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈം വിത്ത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈമിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ. RJ അരുണിനൊപ്പം റേഡിയോ ലൈം, UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.